വാട്ട്സ്ആപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ക്യാമറ ഇല്ലാത്ത ഞാൻ ഇങ്ങനെയാണ് വ്ളോഗ് തുടങ്ങിയത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഡ്യൂക്ക് 250 2019 മോഡൽ ഡുവൽ ചാനൽ ABS മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് റിവ്യൂ ചെയ്യാനാണ് വന്നേക്കണം. അപ്പോൾ ഞാൻ നേരെ വണ്ടീനെ പറ്റി പറയാം നമുക്ക്. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഫ്രണ്ടിൽ നിന്ന് ലുക്ക് നമ്മുടെ 250 ഇറങ്ങിയപ്പോൾ ഉള്ള അതേ ആ സെയിം ഒരു ലുക്കാണ്. ലുക്സിന് വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് കാണാം, ഇവിടെ DRL ഉണ്ട്, ഇത് ഹെഡ് ലാമ്പ് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ 390 മോഡലിൻ്റെയൊക്കെ ആ ഏകദേശം ഷേപ്പാണ് ഹെഡ് ലാമ്പിന്. ആകെ ഈ LED അല്ല, അതിന് പകരം ഹാലോജൻ ബൾബ് തന്നെയാണ് കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ സസ്പെൻഷനിലേക്ക് നോക്കാൻ പോയാൽ 43 mm അപ്സൈഡ് ഡൗൺ WPയുടെ സസ്പെൻഷനാണ് കൊടുത്തേക്കണത്. അതും നമുക്ക് സെയിം ഡ്യൂക്ക് 200 എല്ലാത്തിലും തന്നെ സെയിം സസ്പെൻഷനാണ്, അതും വ്യത്യാസമൊന്നുമില്ല ഇതിന്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക്കാണ്, അത് 300 mm ഡിസ്ക്കാണ് വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം. എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിംഗിൾ സിലിണ്ടർ 250cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. നിങ്ങൾക്ക് റേഡിയേറ്റർ ഇവിടെ കാണാം. അത് കൂടാണ്ട് ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ 30 bhp at 9000 RPM, 24 Nm ടോർക്ക് at 7500 RPM ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ എഞ്ചിനെ പറ്റി ഞാൻ ഓടിക്കുമ്പോൾ ബാക്കി പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് ഒരു പണ്ടത്തെ അണ്ടർബെല്ലി എക്സോസ്റ്റ് അല്ല, ഒരു അപ്സ്വെപ്റ്റ് എക്സോസ്റ്റാണ് ഇതിന് കൊടുത്തേക്കണത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് നോട്ടായാലും അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. നമുക്ക് അത്ര പണ്ടത്തെ ആ ഒരു പണ്ട് എല്ലാവരും പറയും ഓട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇതൊരു നല്ലൊരു വൃത്തിയുള്ളൊരു സൗണ്ടാണ് ഡ്യൂക്ക് 250ക്ക്. നല്ലൊരു കേൾക്കാനും നല്ല രസമുണ്ട് ഇതിൻ്റെ സൗണ്ട്. പിന്നെ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്ന് നമുക്ക് കാണാം ഒരു ടയർ ഹഗ്ഗർ ഉണ്ട്, സെയിം നമുക്ക് 200 വന്ന അതേ ടയർ ഹഗ്ഗർ. ചെറിയൊരു സാരി ഗാർഡാണ്. അതുകൂടാണ്ട് ഇതാണ് ടെയിൽ ലാമ്പ്, നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ്. ഇവിടെ ഇത്തിരി ബാക്കിലേക്കായിട്ടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തേക്കണം. അത് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് അല്ല, LED ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിന് ഫുള്ള് കൊടുത്തേക്കണം. അതുകൂടാണ്ട് നമ്മുടെ ടെയിൽ ലാമ്പ് ആയാലും അതും LED ടെയിൽ ലാമ്പാണ്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ ഞാൻ പറഞ്ഞു സാരി ഗാർഡ് ഒരു ഡീസൻ്റ് ആയിട്ട് ചെറിയൊരു സാരി ഗാർഡാണ്. അതുകൊണ്ട് നമ്മുടെ ഡ്യൂക്കിന് വന്ന പോലെ സ്പ്രോക്കറ്റ് നല്ല വലിയ സ്പ്രോക്കറ്റാണ് സാധാരണ വണ്ടികളെക്കാളും. അപ്പോൾ നമുക്ക് ആ ഒരു ഇനീഷ്യൽ പിക്കപ്പ് നല്ല രീതിയിൽ കിട്ടും ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. അത് അടിപൊളി ഫീച്ചറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചും ഈ ഒരു സെഗ്മെൻറ്റിൽ 250 സെഗ്മെൻറ്റിൽ നല്ല അടിപൊളി ഫീച്ചേഴ്സാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് പോലെയാണ്. അതിൻ്റെ ആ ട്രെലിസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്നു. അതുകൂടാണ്ട് ചില ഭാഗം ഓറഞ്ച് അടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി നേക്കഡ് ലുക്കാണ് ഈ വണ്ടി കാണുമ്പോൾ തന്നെ. പിന്നെ ഞാൻ സീറ്റിനെ പറ്റി പറഞ്ഞുതരാം. ഇതാണ് റൈഡർ സീറ്റും പില്ലിയൻ സീറ്റും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും. നമ്മൾ സാധാരണ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഫിനിഷ് ആയാലും ഇതിൻ്റെ മെറ്റീരിയൽ ആയാലും. അതുകൂടാണ്ട് റൈഡർ സീറ്റ് ശരിക്കും ഫ്രണ്ടിലോട്ട് കയറി അതിൻ്റെ ഫ്രണ്ടിലേക്കും ആ കുഷനിങ് കൊടുത്തിട്ടുണ്ട്. പില്ലിയൻ സീറ്റ് ആയാലും നമുക്ക് അത്യാവശ്യം വലിയ സീറ്റാണ്. പിന്നെ ഇവിടെ ആൻറ്റി സ്ലിപ്പിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഇത്തിരി ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ പില്ലിയൻ റൈഡറിൻ്റെ മേത്തേക്ക് കയറിയപ്പോൾ ഗ്രാബ് റെയിലും നല്ല വലിയ ഗ്രാബ് റെയിലാണ്, നല്ല അത്യാവശ്യം നല്ലൊരു ഗ്രാബ് റെയിലാണ് ഈ വണ്ടി കൊടുത്തേക്കണേ. പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 181 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് നമ്മുടെ ഈ സിറ്റിയിൽ ഈ പേർപ്പസിനൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് സിറ്റിയിലൂടെ ഓടിച്ചെടുക്കാനും അത്യാവശ്യം ഗട്ടറുകളൊക്കെ ഇത് അങ്ങ് നമ്മുടെ അടി ഇടിക്കാണ്ട് നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ചെറിയൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്രാഷ് ഗാർഡാണ്. ചെറിയ അതിൻ്റെ ആയിട്ടുള്ള പേർപ്പസ് ഉണ്ട് ക്രാഷ് ഗാർഡ്, പക്ഷേ വളരെ ചെറിയ ക്രാഷ് ഗാർഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്റർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡാണ് ഇത് വെച്ചേക്കുന്നത് എന്ന് പറയാം. കാര്യം ഇത് ടാങ്കിൻ്റെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് അത്ര തള്ളിയൊന്നുമല്ല നിൽക്കണേ. വണ്ടിയിൽ നമുക്ക് കയറി ഇരുന്ന് നോക്കാം. ഇപ്പോൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 166 kg ആണ് ഇതിൻ്റെ വെറ്റ് വെയിറ്റ് വന്നേക്കണം. 156 kg ആണ് ഡ്രൈ വെയിറ്റ് കൊണ്ടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 830 mm ആണ്. 830 mm എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഭയങ്കര നേരമാണ്. അത് കാരണം നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും 830 mm ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. കാര്യം എനിക്ക് വേണേൽ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ജസ്റ്റ് ഒരു കുറച്ചും കൂടെ ഹാഫ് ഫുട്ട് എന്ന് വേണേൽ പറയാം രണ്ട് സൈഡും. അപ്പോൾ എനിക്ക് അത്ര സുഖമായിട്ടും സിമ്പിളായിട്ട് ഈ വണ്ടി കൊണ്ട് നടക്കാം. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 13.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. അതായത് നമ്മുടെ ഡ്യൂക്ക് 200-നൊക്കെ 10.5 ലിറ്റേഴ്സാണ്. ഇതിൽ 13.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഹാൻഡിൽ ബാർ പൊസിഷനൊക്കെ പറഞ്ഞാണല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ ഹാൻഡിൽ ബാസൊക്കെ അത്യാവശ്യം വൈഡ് ഹാൻഡിൽ ബാസ്, അത് കൂടാണ്ട് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അത് നമ്മുടെ കാലായാലും നമ്മുടെ ടാങ്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം. പിന്നെ ഫുട് പെക്സ് നോക്കിയാൽ ഇത്തിരി ബാക്കോട്ടായിട്ട് ഇത്തിരി മേളിലേക്കാണ്. അപ്പോൾ നമ്മുടെ കാലിങ്ങനെ താഴത്തോട്ടേ ഇരിക്കുകയുള്ളൂ, കാലിങ്ങനെ താഴത്തോട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു അഗ്രസീവ് പൊസിഷൻ, പക്ഷേ ലീൻ ഫ്രണ്ടിലോട്ട് അധികം ഇല്ല. നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാം. പക്ഷെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ അഗ്രഷൻ ഫീൽ ചെയ്യും ഈ വണ്ടി ഇരിക്കുമ്പോൾ. നെക്സ്റ്റ് ഞാൻ അതിൻ്റെ മീറ്റർ ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മീറ്റർ. നമ്മൾ ഡ്യൂക്ക് 200-ലൊക്കെ കണ്ടേക്കണം അതേ ടൈപ്പ് മീറ്ററാണ്. ഇതിലപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. RPM മീറ്റർ, സ്പീഡ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഹീറ്റ്, ഇവിടെ ഫ്യൂവൽ,
അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇൻഫോ എന്ന് നോക്കുമ്പോൾ നമുക്കവിടെ ട്രിപ്പ് എഫ്, ഫ്യൂൽ റേഞ്ചൊക്കെ കാണിക്കും, പിന്നെ ട്രിപ്പ് 1 ടൈം, ട്രിപ്പ് 2 ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ള. പിന്നെ ഇവിടെ എഞ്ചിൻ ലാമ്പിൻ്റെ ABS, ഇവിടെ ഹാസാർഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഷിഫ്റ്റ് RPM ലൈറ്റ് ഉണ്ട്, പിന്നെ ബ്രൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മീറ്ററാണ് നമ്മൾ ഡ്യൂക്ക് 200ൽ കണ്ടു വന്നേക്കണം. അതേ സെയിം ടൈപ്പ് മീറ്ററാണ് ഇതിനും 250ക്ക് അവൈലബിൾ ആക്കിയേക്കണം. പിന്നെ ഇത് നോക്കുമ്പോൾ ബാക്ക് ലൈറ്റ് സ്വിച്ചസ് ആണ് ഇതിൻ്റെ. അതായത് നമ്മുടെ ഈ വൈറ്റ് ലൈറ്റ് നമുക്ക് എല്ലാ ഹോണിൻ്റെയും എല്ലാ സ്വിച്ചിൻ്റെ അവിടെയും വൈറ്റ് ലൈറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് രാത്രി ആയാലും നല്ല രസമായിരിക്കും ഈ സ്ഥലം കാണാൻ. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിക്കാം. ശരിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇത്തിരി ബാസുള്ള ഒരു സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ലൗഡോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് നല്ലൊരു സൗണ്ടാണ്, നമുക്ക് കേൾക്കാനായാലും നല്ല സുഖമായിട്ടുള്ളൊരു സൗണ്ടാണ് ഡ്യൂക്ക് 250യുടെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ പോവാം. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പക്ക സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാം. അതുകൂടാണ്ട് ഫുഡ് പെഗ്സ് ഇത്തിരി താന്നിരിക്കണം. നമുക്കൊരു അഗ്രസീവ് ഫീലിൽ നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യും ഈ വണ്ടിയിൽ നിന്ന്. അത് കൂടാണ്ട് ഇതിൻ്റെ ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് ഗിയർ ബോക്സ് നോക്കിയാലും നല്ല പ്രിസൈസായിട്ട് നമുക്ക് എല്ലാ ഗിയേഴ്സും നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ നല്ല ഹൈ സ്പീഡിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആ ഒരു ഉപയോഗം നമുക്ക് ശരിക്കും ഡ്യൂക്ക് 250ലും മനസ്സിലാവുന്നുണ്ട്. കാര്യം നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ എൻജിൻ ബ്രേക്കിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയിൽ. എനിക്ക് അടിപൊളി ബ്രേക്കിംഗ് ആട്ടോ ഇതിൻ്റെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിലെ 300mm ഡിസ്കും നമുക്ക് നല്ല രീതിക്ക് ശരിക്കും 300mm ഡിസ്ക് ഫ്രണ്ടും ബാക്കും കൂടെ നമ്മൾ ഏകദേശം ആ ഒരു 70-30 റേഷ്യോ പിടിക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും മുമ്പ് വണ്ടി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ. അപ്പോൾ ബ്രേക്കിംഗ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയാണ്. ശരിക്കും ആ RPM എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ടോർക്ക് കിട്ടുന്ന ആ ഒരു RPM എത്തണം. അതായത് ഒരു 6000, 5000, 6000 RPM കഴിയുമ്പോഴാണ് ഈ വണ്ടിയിൽ നിന്ന് നമുക്കൊരു ഇനീഷ്യൽ പുള്ള് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ കണ്ടോ ആ ഒരു പർട്ടിക്കുലർ RPM കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും വണ്ടിയിൽ നിന്ന് ആ ഒരു പുള്ള് ഫീൽ ചെയ്യണേ. അല്ലാണ്ട് നമ്മുടെ ഫസ്റ്റ് ഗിയറിലൊക്കെ നല്ല ഇനീഷ്യൽ നമുക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഗിയറിൽ. അത് കൂടാണ്ട് നമുക്ക് ഇത്തിരി എപ്പോഴും ഒരു പവർ വേണമെങ്കിൽ കുറച്ച് RPM, അതായത് ആ ഒരു അഗ്രസീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പവർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു RPMത്തിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പവർ പെട്ടെന്ന് നമുക്ക് ഡെലിവർ ആവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 80-90 കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ളൊരു വിൻ ബ്ലാസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നും. കാര്യം നമ്മളും ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാനായിട്ട് തോന്നും. അപ്പോൾ അത് കാരണം നമുക്ക് വിൻ ബ്ലാസ്റ്റ് ആയാലും നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റ് നമുക്ക് ഒരു 90 കിലോമീറ്റർ സ്പീഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ളൊരു വിൻ ബ്ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻജിൻ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കൈ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ലൊരു ഒരു ഗ്രണ്ടുള്ളൊരു സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻജിനിൽ നിന്ന്. നമുക്ക് അങ്ങനെ ശരിക്കും ചില വണ്ടികളിൽ നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരുമാതിരി എൻജിനായിട്ട് വെറുപ്പിക്കുന്ന ഒരു സൗണ്ടാണ്. പക്ഷെ അങ്ങനത്തെ സൗണ്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനിൽ നിന്ന് ഒരു നല്ലൊരു ഗ്രണ്ട് സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഹൈ ആണ് കാണിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലിയ ഹീറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത്ര ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ പൊളിച്ചിട്ട് എവിടെയും കൊണ്ട് വെക്കുവാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ചെറിയ ഹീറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലാണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഹീറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വണ്ടിയിൽ. പിന്നെ ഈ വണ്ടി നമുക്ക് എവിടെയും കൊണ്ട് നടക്കാൻ നല്ല സുഖമായിരിക്കും. കാര്യം സീറ്റ് ഹൈറ്റ് 830mm ആണെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കാല് താഴത്തേക്ക് എത്താനേ നോക്കുള്ളൂ. സീറ്റ് ഭയങ്കര നേരമാണ് റൈഡർ സീറ്റ്. അത് കൂടാണ്ട് നല്ല രീതിയിൽ കയറിയായിരിക്കണേ. അപ്പോൾ മാക്സിമം നമ്മുടെ കാല് താഴെ എത്താൻ നോക്കും. അപ്പോൾ നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാനൊക്കെ വണ്ടി ഭയങ്കര സിമ്പിളായിരിക്കും. ശരിക്കും ഇത് നമുക്ക് സിറ്റി കൂടെയൊക്കെ ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാര്യം അത്ര വണ്ടിക്ക് സൈസില്ല, അത്ര വെയിറ്റ് ആയിട്ടൊന്നും തോന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ട്രാഫിക്കൊക്കെ ഫിൽട്ടർ ചെയ്യാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. വലിയ വെയിറ്റും ഇല്ല. നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ USD ഫോക്സ് ഉള്ളതുകൊണ്ട് അത്ര വെയിറ്റ് ഒന്നും തോന്നിക്കില്ല. വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും നമുക്ക് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഫ്ലിക്കബിളാണ്. നല്ല രീതിയിൽ ഫ്ലിക്കബിളാട്ടോ ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിൽ. സിമ്പിളായിട്ട് യൂ ടേണും കാര്യങ്ങളൊക്കെ എടുക്കാം വണ്ടി. നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ടേണിങ് റേഡിയസൊക്കെ വളരെ കുറവാണ്.
അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ട്രാഫിക്കിലൊക്കെ ആയാലും നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം സിമ്പിളായിട്ട്. ആ ഹീറ്റ് നമുക്ക് ഇവിടം വരെ നിങ്ങൾക്ക് കാണാം എത്താറായി മേളിൽ. അപ്പോഴത്തേക്കും കൂളിംഗ് ഫാനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. അത്ര കാലിൽ ഹീറ്റൊന്നും ഭയങ്കരമായിട്ട് അടിക്കണമൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഒരു 7000 RPM കഴിഞ്ഞാൽ ഫുഡ് പെക്സിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഫുഡ് പെക്സിൻ്റെ അടിയിൽ, കാലിൻ്റെ അടിയിൽ ഫുഡ് പെക്സിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. അത് കൂടാണ്ട് ഒന്നും കൂടെ ഹയർ RPMസിൽ പോകുമ്പോൾ പയ്യെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിലേക്ക് വൈബ്രേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് നമ്മളൊരു 90-100 വണ്ടി ഭയങ്കര സ്മൂത്താണ്, നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് നടക്കാം ആ സ്പീഡിൽ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ സസ്പെൻഷനെ പറ്റി പറയാം. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ്, നമുക്ക് അത്ര സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബാക്ക് സസ്പെൻഷൻ പിന്നെയും അത്യാവശ്യം സോഫ്റ്റാണ് ഫ്രണ്ട് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. ഫ്രണ്ട് എനിക്ക് അത്യാവശ്യം ഹാർഡായിട്ട് തോന്നിയത്. കാര്യം നമ്മൾ നല്ല ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നോസ് ഡ്രൈവ് ഒന്നും കിട്ടണില്ല, അത്ര ഭയങ്കര ഭീകരമായ നോസ് ഡ്രൈവ് ഒന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടും ഫ്രണ്ട് സസ്പെൻഷൻ ഹാർഡായതുകൊണ്ട്. പക്ഷേ കുറച്ച് കംഫർട്ട് കുറവായിരിക്കും. ബട്ട് ലോങ് ഡ്രൈവ്സിലൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും. നമ്മൾ ഹൈവേ റൈഡ്സൊക്കെ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കിത് അടിപൊളിയായിരിക്കും ഹൈവേ റൈഡ്സിനൊക്കെ. ഒന്ന് കാര്യം നോക്കിയാൽ അധികം നേരം ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ ചുമ്മാ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിടുവാണെങ്കിൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ നല്ല ചൂടായിരിക്കുവാണെങ്കിൽ കാലിലേക്കൊക്കെ ചെറിയ ഹീറ്റൊക്കെ അടിക്കും. അത് ചെറിയ ബുദ്ധിമുട്ടാവും ചിലവർക്കൊക്കെ. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ വണ്ടി ബാക്കിയെല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്. ഭയങ്കര നല്ല റിഫൈൻഡ് എഞ്ചിനാണ് വണ്ടി. ആകെ എനിക്ക് ഹയർ RPMസിൽ മാത്രമേ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുള്ളൂ, വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുള്ളൂ. നമുക്കപ്പോൾ 0 to 100 ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര നേരം എടുക്കുമെന്ന്. അപ്പോൾ റോഡ് ഇപ്പോൾ കാലിയാവും, ഒരു കാറും കൂടെ പോയാൽ. ഞാൻ തിരിച്ച് ഷോറൂം എത്തി. എൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടീനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് സ്റ്റോക്ക് തന്നെ MRF ടയേഴ്സാണ് നമുക്ക് കാണാം. MRFിൻ്റെ ഫ്രണ്ടും ബാക്കും. ഗ്രിപ്പ് എനിക്ക് അത്ര അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം. റോഡ് ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ ഡ്രൈ കണ്ടീഷനിൽ നല്ലതാണ്. വെറ്റിൻ്റെ കണ്ടീഷൻ എനിക്കറിയില്ല, വെറ്റ് കണ്ടീഷൻ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നുന്നില്ല MRF. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് വണ്ടിക്ക് നമ്മൾ ഡ്രൈ കണ്ടീഷനിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ വണ്ടിയുടെ വില തന്നെ 2.34 lakhs ആണ് വണ്ടിയുടെ വില തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ ആലുവ KTMലാണ് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ്സോ എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. റേറ്റ് വന്നേക്കണേ, അതതിൻ്റെ തുമ്പിരിക്കണോ കണ്ടേന്നോ. ഓക്കെ.